പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വ പിതാവിൻ്റെ വണക്കമാസം 1-ാം തീയതി. വിശ്വ പിതാവിനോടുള്ള ഭക്തിയുടെ ആവശ്യകത. പ്രാർത്ഥന. ഞങ്ങളുടെ പിതാവായ വിശ്വസേപ്പി, അങ്ങിൽ ആശ്രയിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ. ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ അവരെ അങ്ങ് സമ്പന്നരാക്കുന്നു. ഭക്തവത്സലനായ പിതാവേ, അങ്ങ് ദൈവത്തിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന മഹത്വം അന്യാദൃശ്യമാണ്. ഞങ്ങൾ പ്രത്യാശപൂർവം ആധ്യാത്മികവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനായി അങ്ങ് ഈ സവിധത്തിൽ അണയുന്നു. ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. അത്യന്ത നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുകൃത ജപം. നീതിമാനായ വിശ്വസേപ്പി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വസ പിതാവിനോടുള്ള പ്രാർത്ഥന. രക്ഷകന്റെ പരിപാലകനും കൃപ നിറഞ്ഞ കന്യാമറിയത്തിന്റെ പങ്കാളിയുമായ വിശ്വസേപ്പി, തൻ്റെ ഏകസുതന ദൈവം അങ്ങേ സംരക്ഷണയിൽ ഭരമേൽപ്പിച്ചുവല്ലോ. മാതാവ് തൻ്റെ ശരണം അങ്ങിൽ അർപ്പിച്ചു. അങ്ങയുടെ തണലിൽ യേശു വളർന്ന് യുവത്വം പ്രാപിച്ചു. ഭാഗ്യപ്പെട്ട വിശ്വപിതാവേ, ഞങ്ങൾക്കങ്ങ് പിതാവായിരിക്കണമേ. ജീവിതയാത്രയിൽ ഞങ്ങളെ ശ്രദ്ധാപൂർവം വഴി നടത്തണമേ. അങ്ങയുടെ മാധ്യസ്ഥം വഴിയായി കൃപയും കാരുണ്യവും സ്ഥൈര്യവും നേടിത്തരികയും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ.